ഒരു ഭാഗത്ത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം, മറുഭാഗത്താണെങ്കിൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം. മിഡിൽ ഈസ്റ്റ് സംഘർഷ ഭരിതമാണ്. ഇതിനിടയിൽ മറ്റൊരു യുദ്ധകാഹളം കൂടെ മുഴങ്ങുകയാണ്. അത് നമ്മുടെ ഏഷ്യയിലാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധകാഹളമാണ്. ആ രണ്ട് രാജ്യങ്ങൾ ചൈനയും തായ്വാനുമാണ്. ദക്ഷിണ ചൈന കടലിൽ പടയൊരുക്കം നടക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചൈന തങ്ങളെ ആക്രമിക്കും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തായ്വാൻ ഓൾറെഡി പടക്കപ്പലുകളടക്കം ദക്ഷിണ ചൈന കടലിലേക്ക് ഇറക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇതാ തായ്വാന് ചുറ്റും ചൈന യുദ്ധ അഭ്യാസം നടത്തിയിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നു. ഈ യുദ്ധാഭ്യാസങ്ങളിലൂടെ തായ്വാനെ വളയാനുള്ള ഒരു സംഭവമാണ് ചൈന ലക്ഷ്യമിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുകയാണ് തായ്വാന് എന്നും അറിയാൻ സാധിക്കുന്നു. യുദ്ധാഭ്യാസങ്ങൾ അവിടെ നടക്കുമ്പോൾ എന്ത് വില കൊടുത്തും തായ്വാനെ ചൈന കീഴടക്കാൻ വ്യഗ്രത കാണിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. തായ്വാനും ചൈനയുമായി യുദ്ധമുണ്ടായാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും അമേരിക്കയും ചിത്രത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയുണ്ടായിരിക്കും. അമേരിക്കയുടെ കപ്പലുകളെയും ആളില്ലാത്ത ഡ്രോണുകളെയും സബ്മറൈനുകളെയും എല്ലാം ചൈന അവിടെ നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും തായ്വാൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യം പിടിച്ചെടുത്ത് തങ്ങളുടെ ഭാഗമാക്കാനായിട്ട് ചൈന പണ്ട് മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തായ്വാനിൽ ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ പോലും ചൈനയാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ചൈന പറയുന്നത് പോലെ അവർക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള പല കോൺസ്പിറസി തിയറികളും പല തരത്തിലുള്ള വാദങ്ങളും എല്ലാം സജീവമായി ഉണ്ട്. എന്തായാലും തായ്വാൻ ചൈനയുടേതാണ്. അത് ചൈനയ്ക്ക് തന്നെ വേണം എന്ന് പറഞ്ഞ് ചൈന ഒരുപാട് നാളായി തായ്വാനെ ചുറ്റിപ്പറ്റി പല അഭ്യാസങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകം, പ്രത്യേകിച്ച് സഖ്യകക്ഷികൾ തായ്വാനെ സംരക്ഷിക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ട് വരുന്നു. ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. അതായത് തായ്വാനെ ചൈന വളയുമ്പോൾ സഖ്യകക്ഷികൾ തായ്വാനെ സംരക്ഷിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. തായ്വാന്റെ പ്രതിരോധം അമേരിക്കയ്ക്ക് സ്വന്തം പ്രതിരോധത്തിന്റെ പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് അമേരിക്കയുടെ അഭിമാന പ്രശ്നമായി മാറുകയാണ്. അതായത് ഇസ്രായേലും ഫലസ്തീനും യുദ്ധം നടക്കുമ്പോൾ എങ്ങനെയാണ് അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നത്, ഇസ്രായേലിനെ ഒരു സ്വന്തം സഹോദരനെ പോലെ സംരക്ഷിക്കുന്നത്, അതുപോലെ തായ്വാന്റെ സംരക്ഷണം അമേരിക്കയുടെ അഭിമാന പ്രശ്നമായി മാറുകയാണ് എന്നുള്ളതാണ്. അത് നേരത്തെ അങ്ങനെ തന്നെയാണ്. തായ്വാനെ സംരക്ഷിക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുള്ളതാണ്. അതങ്ങനെയാണ്. വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് റഷ്യ യുക്രൈൻ യുദ്ധം, പടിഞ്ഞാറ് ഭാഗത്ത് ഇറാൻ ഇസ്രായേൽ, ഹമാസ്, ഹൂത്തി, ഹിസ്ബുള്ള എന്നിവയുമായി ലോകം തിരക്കിലായിരിക്കുമ്പോൾ ഈ അമേരിക്കയുടെ വ്യാളി അത് പെട്ടെന്ന് തായ്വാനിൽ നഖം വയ്ക്കുമോ എന്നുള്ള ഒരു ഭയത്തിലാണ് ലോകം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തായ്വാനെ ഭയപ്പെടുത്തുന്നതിനായി മാർച്ച് 16-17 തീയതികളിൽ ചൈന തായ്വാൻ തീരത്തിന് സമീപം ഒരു വലിയ സൈനികാഭ്യാസം നടത്തി. അതിൽ യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, തന്ത്രപരമായ ബോംബറുകൾ അടക്കം ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് അതിൻ്റെ യുദ്ധക്കപ്പലുകൾ തായ്വാന്റെ സമുദ്രത്തിന്റെ അതിർത്തി വരെ ലംഘിച്ച് അകത്തെത്തി എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യത്തിന്റെ സമുദ്ര അതിർത്തി ലംഘിച്ചെത്തുക, കര അതിർത്തി ലംഘിച്ച് അകത്തെത്തുക, വ്യോമ അതിർത്തി ലംഘിക്കുക, ഇതെല്ലാം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. ഇങ്ങനെ ലംഘിച്ചെത്തിക്കഴിഞ്ഞാൽ അത് യുദ്ധ കാഹളമായി തന്നെ അത് കണക്കാക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഇന്ത്യയുടെ സമുദ്രാതിർത്തി ലംഘിച്ച് പാകിസ്ഥാനോ ചൈനയോ അകത്തെത്തിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയോടുള്ള വെല്ലുവിളിയാണ്. ഒരു യുദ്ധത്തിലേക്ക് പോകണം എന്നുള്ള ആ ഒരു നീക്കം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മുടെ ലംഘിക്കണമെങ്കിൽ, ആ ഒരു സമുദ്രാതിർത്തി ലംഘിക്കണമെങ്കിൽ ഇന്ത്യയുടെ പെർമിഷനോടെ അതൊരു ട്രേഡ് റൂട്ടായിരിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യം അത് ഇന്ത്യ കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അത്തരത്തിൽ തായ്വാന്റെ സമുദ്ര അതിർത്തി ലംഘിച്ച് ഇവർ അകത്തെത്തി. അങ്ങനെ അതിർത്തെത്തിയപ്പോൾ യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ വ്യോമാതിർത്തി കടന്നു. തായ്വാനെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുന്നത് ചൈനയ്ക്ക് പുതിയ കാര്യമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്നാൽ ഇത്തവണ അഭ്യാസം കനത്തതായിരുന്നു. തത്സമയ വെടിയുണ്ടകളും ഡെപ്ത് ചാർജുകളും ഉപയോഗിച്ച് അവർ വെടി ഉതിർത്തു എന്നുപോലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നിരീക്ഷകർ ഈ വ്യായാമത്തെ, അതായത് ഈ സൈനികാഭ്യാസത്തെ അസാധാരണമെന്നാണ് കരുതുന്നത്. തെക്ക് കിഴക്കൻ പ്രവിശ്യയായ ഫാറ്റ് ചൌവിന് വേണ്ടി അദ്ദേഹം ആരംഭിച്ച ഉഭയദ്വീപി ആക്രമണ ശ്രമത്തിന്റെ വലിപ്പം തന്നെ ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. തായ്വാനിൽ കരസേനയെ ഇറക്കി ദ്വീപ് രാഷ്ട്രം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ യുദ്ധത്തിനുള്ള കാഹളം അവിടെ മുഴങ്ങുന്നുണ്ട് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.